നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആയിരിക്കണം ജീവനെ കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യമാണ് വായിച്ചത്. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗത്തിൽ ഓടി വരുന്നത് നോർമലായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അറുക്കലും മോഷ്ടിക്കലും, കണ്ണുകൊണ്ട് കാണുന്ന മുടിക്കലും ഒക്കെയാണ്. മാനുഷികമായി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ലോകത്തിൽ നമുക്കുണ്ടാകുമ്പോൾ നമുക്കൊക്കെ വലിയ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമുക്കൊരു നഷ്ടം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ അറുക്കുകയും മുടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന, ജീവന് കേടും കെടുതിയൊക്കെ വരുന്ന ഒത്തിരി സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ മാനസിക ദുഃഖം ഉണ്ടാകാറുണ്ട്. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വന്നാൽ വലിയ ദുഃഖം ഉണ്ടാകാറുണ്ട്. ഞാനെപ്പോഴും നിങ്ങളോട് പറയുമ്പോൾ ലൗകികത എപ്പോഴും ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ആത്മീകതയെ നോക്കിയായിരിക്കും എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയുന്നത്. കരങ്ങൾ ഉയർത്തുന്നതോട് സ്തോത്രം ചെയ്താണ്. അപ്പോൾ ഈ ലൗകികതയിൽ നമുക്ക് ഇങ്ങനെയുള്ള കേടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ മാനസിക ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെയും ദൈവത്തെയും ദൈവവചനത്തെയും ഒക്കെ എങ്ങോട്ട് ഫോക്കസ് ചെയ്യും? ഇങ്ങനെ നമുക്കുണ്ടാകുന്ന ഈ ശാരീരിക മാനസിക ദുഃഖങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. നമ്മളൊരു ആരാധനയ്ക്ക് വന്നാലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരാശ്വാസത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. വേദനകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് വരുന്നത്. അതങ്ങനെ പറയുന്നത് തന്നെ ഒരു ആത്മീയതയുടെ വലിപ്പമില്ലാത്ത വാക്കുകളാണ്. ദൈവസന്നിധിയിൽ ആശ്വാസമുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ദൈവം കണ്ണുനീർ തുടയ്ക്കുന്നവനും നമുക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ തരുന്നവനുമാണ്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നത് നമ്മുടെ ആശ്വാസത്തിനെന്ന് മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തിനും നമ്മളെ കൊണ്ട് കുറേ ആശ്വാസം ഉണ്ടാകാനുണ്ട്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇത് വൺ വേ ആയി പോകും. മനസ്സിലാകുന്നില്ലേ? നമ്മൾ മാത്രം ഇങ്ങനെ നമ്മളെ അറുക്കുന്നു, നമ്മളെ കൊല്ലുന്നു, നമ്മളെ മുടിക്കുന്നു. എൻ്റെ മാനസിക പ്രശ്നം വാക്യത്തിലേക്ക് തന്നെ വരികയാണ്. എൻ്റെ മാനസിക പ്രശ്നം, എൻ്റെ സങ്കടം, എൻ്റെ വേദന, ഇതൊക്കെ എന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിനും ഇതുപോലെ കുറേ നഷ്ടങ്ങളും നാശങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതുകൂടെ നികത്തിയെടുക്കാനാണ് എന്നെയും നിന്നെയും അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതും ആലയത്തിനകത്തിരുത്തിയിരിക്കുന്നതും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ദൈവപ്രസാദമുള്ള ജനമായി മാറുവാനിടയായിത്തീരുന്നത്. അല്ലെങ്കിൽ ഈ ലൈൻ എപ്പോഴും എന്തായി മാറും? ഒരു വൺ വേ ലൈനായിട്ട് മാറും. അത് വൺ വേ ആയിട്ട് മാറും. പ്രത്യേകിച്ചൊന്നും നമ്മുടെ കാര്യം മാത്രം നോക്കി ദൈവം ഇങ്ങനെ നിൽക്കുന്ന ഒരു ജോലിക്കാരനായിട്ട് എന്ത് ചെയ്യും? മാറും. സ്തോത്രം. നമ്മുടെയൊക്കെ ബിൽഡിങ്ങുകളിൽ സെക്യൂരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് രാവിലെ പച്ചക്കറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൻ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരും, അല്ലേ? പാലെന്ന് പറയുമ്പോൾ പാല് മേടിച്ചുകൊണ്ട് വരും. പക്ഷേ തിരിച്ചങ്ങോട്ട് അവനൊരു ചായ കുടിച്ചോ, അവനൊരു നാസ്ത കഴിച്ചോ, അല്ലേ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ അതിന് വേണ്ട ശമ്പളം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പം നമ്മൾ പറയാതെ തന്നെ നമ്മുടെ പച്ചക്കറിയും നമുക്ക് വന്നുകൊണ്ടിരുന്ന പച്ചക്കറിയും നമുക്ക് വന്നുകൊണ്ടിരുന്ന വഴിയൊക്കെ പെതുക്കെ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അത് നമ്മളായിട്ട് അടച്ചതല്ല, അല്ലേ? നമ്മളായിട്ട് നമ്മുടെ വഴി അടച്ചതല്ല.
ആ വഴി വരുന്ന ആളെ നമ്മൾ ശ്രദ്ധിക്കായിക കൊണ്ട് അയാളുടെ ഹൃദയത്തെ, അയാളുടെ മനസ്സിനെ, അയാളുടെ ആരോഗ്യത്തെ നാമും കൂടെ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് അടഞ്ഞുപോയത് ആരുടെ വഴിയാ? നമ്മുടെ വഴിയാ. മനസ്സിലാകുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഇതുപോലെ ദൈവമക്കൾ എപ്പോഴും സ്വന്തം സ്വാർത്ഥതയിൽ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ വിചാരങ്ങളും ചിന്തകളും എന്താണെന്നും അത് എന്നിൽ കൂടെ എന്താണ് കർത്താവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നാം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, അല്ലേ, സ്തോത്രം, നീ അവനെ തിരിച്ചങ്ങോട്ട് അവൻ്റെ ജീവൻ, അവൻ്റെ ആരോഗ്യം, അവൻ്റെ മനസ്സ്, അവൻ്റേതിലേക്ക് നമ്മുടെ ഫോക്കസ് ഉയർത്തുമ്പോൾ, സ്തോത്രം, നടക്കുന്ന എന്താണെന്നറിയോ? ഒരു ബലഹീനത പോലും ഇല്ലാതെ നിന്റെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അല്ലേ? ഇല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് രാവിലെ ഷുഗറും പ്രഷറും അവൻ രാവിലെ എണ്ണീക്കത്തുമില്ല. അല്ലേ? മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധനം എത്തുള്ളൂ. പക്ഷെ അവൻ ഉന്മേഷമായിട്ടിരുന്നാലോ സെക്കൻഡിനുള്ളിൽ. ഇങ്ങനെയും ചില വഴികൾ ദൈവത്തിനകത്തുണ്ട്. എപ്പോഴും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെയുള്ള വഴികളാണ് പറയുന്നത്. പക്ഷേ അത് ഈ ലോകം നമ്മുടെ അകത്ത് കൂടുതൽ ഇരിക്കുന്നത് കൊണ്ട് ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പിശാച് എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ, ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പം നമ്മെ ആരോഗ്യമായി നിർത്തുന്നവരുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തെക്കാൾ വലുതാണ്. എന്താ പറഞ്ഞാട്ടെ? നമ്മളെ ആരോഗ്യത്തോടെ നിർത്തുന്നവരുടെ ആരോഗ്യം, ഹിന്ദിയിൽ പറഞ്ഞാൽ ഹംകോ ജോ താക്കത്ത് ദേത്തെ ഉസ്കാ താക്കത്ത് ഹമാരെ താക്കത്ത് സെ ബഡാ ഹൈ. മനസ്സിലായ? പിള്ളേർക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മളെ, പിള്ളേർക്ക് എന്താ മനസ്സിലാണല്ലേ, നമ്മളെ ആരോഗ്യത്തോടെ പറഞ്ഞാട്ടെ നടത്തുന്നവന്റെ ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തെക്കാൾ വലുതാണ്. നമ്മൾ കാണുമ്പം നമ്മുടെ വീട് സുഭിക്ഷമാകാൻ തുടങ്ങും. നമ്മുടെ ആരോഗ്യം, ഹല്ലേലൂയ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവൻ, ഹല്ലേലൂയ, എല്ലാം, ഹല്ലേലൂയ, അതിനുള്ള സംരക്ഷണം, സുരക്ഷിതത്വം, അതിനുള്ള നന്മകളെല്ലാം വരുവാനിടയായിത്തീരും. ബൈബിളിന്റെ ഭാഷയിൽ അതിനെ പറഞ്ഞാൽ മുന്നമേ അവന്റെ രാജ്യവും എന്ന് പറഞ്ഞാൽ മുന്നമേ അവന്റെ കാര്യവും അവന്റെ ആരോഗ്യവും അവന്റെ മനസ്സും അവന്റെ ഹൃദയവും അവനെ പ്രസാദിപ്പിക്കാനുള്ളതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ അവന് കൈകൊട്ടി അവനെ ആരാധിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ നീ അവനെ കണ്ട് നീ തുടങ്ങിയാൽ, നീ ഉറങ്ങിയാൽ നിന്റേതെല്ലാം ശുഭകരമാകുമെന്ന് തന്നെയാ വചനം പറയുന്നേ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ഇനി നിങ്ങൾ പറയണം, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറപ്പാനും, അവൻ ഇനി എന്താ മോഷ്ടിക്കാനുള്ളേ? ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ. ഇനി എന്തായിരിക്കും? ഇപ്പൊ ഈ പറഞ്ഞ മോടി നിന്നിട്ട് പറയണം, ഇനി എന്തായിരിക്കും അവൻ മോഷ്ടിക്കാൻ നോക്കുന്നത്? എന്തായിരിക്കും? സ്തോത്രം. നീ നിന്നേക്കാൾ വിലയേറിയതായി, അല്ലെങ്കിൽ നീ നിന്നേക്കാൾ ആരോഗ്യത്തോടെ എന്തിനെ നടത്താൻ ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ നിന്റേതായ ആരോഗ്യത്തെക്കാൾ കൂടുതൽ നിന്നെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും കരുതാനും കഴിവുള്ള എന്ത് നിന്റെ അകത്തുണ്ടോ അതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതിനെ മോഷ്ടിക്കാനാണ് ആര് വരുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാര്യങ്ങൾ ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താട്ടെ. എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ?
ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായ? ഇനി വായിച്ചാട്ട് ആ വാക്യം ഒന്നുകൂടെ. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പൊ എന്താ കള്ളൻ അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നത്? നിന്നെ നിന്റെ വിചാരങ്ങൾക്കപ്പുറം നടത്താൻ കഴിയുന്ന, നിന്റെ ചിന്തകൾക്കപ്പുറം നടത്താൻ കഴിയുന്ന, നീ ഒരു തലമുറയ്ക്ക് വേണ്ടി വിചാരിക്കുമ്പോൾ ദൈവം 1000 തലമുറയ്ക്ക് വേണ്ടി നടത്താൻ വിചാരിക്കാൻ കഴിവുള്ളവനെ, ഒരു വഴി നിന്റെ അടയുമ്പോൾ 7 വഴി തുറക്കാൻ കഴിവുള്ള നിന്റെ അകത്തുള്ള ആരോഗ്യത്തെ, ബലത്തെ, ആ സമ്പത്തിനെ, ആ ദൈവികതയെ, ആ ന്യായപ്രമാണത്തെ, ആ വചനത്തെ, ആ ക്രിസ്തുവിനെ, ആ ആത്മീയതയെ മോഷ്ടിക്കാൻ ആര് വരും? കള്ളൻ വരും. അവൻ മോഷ്ടിക്കുകയും ചെയ്യും, അറക്കുകയും ചെയ്യും. നിങ്ങൾ ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താൽ. ഇപ്പൊ ഈ വീടിന്റെ വാതിൽ ഇവിടെ തുറന്നിട്ടാൽ കള്ളം വന്നിട്ട് എന്തോ കൊണ്ടുപോകും? ഇവിടെ വിലപിടിപ്പുള്ളതൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. എല്ലാം പുതുമൂക്കന്മാരായാണ് ഇരിക്കുന്നത്. നീ എന്തോ വിലപിടിപ്പുള്ളത്? എല്ലാവരും തലയൊക്കെ നരച്ചേ സ്തോത്രം ഇരിക്കുക. ഇവിടെ വാതിൽ തുറന്നിട്ടാല് അവന് കിട്ടാവുന്നതൊക്കെ നല്ലതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നല്ല പഠിച്ച കള്ളനാണെങ്കിൽ അവൻ വിലയുള്ളത് നോക്കി ഒന്നും എടുക്കാതെ പോകും. ലോക്കൽ കള്ളനാണെങ്കിൽ ഈ ഡെസ്ക് മിഞ്ചും ഒക്കെ എന്ത് ചെയ്യും? ആക്രിക്കടലാണെങ്കിലും വിറ്റാൽ ഒരു 100 രൂപ കിട്ടുമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? അവൻ കിട്ടുന്നതൊക്കെ പറക്കിക്കൊണ്ട് പോകും. സ്തോത്രം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ ഡെസ്കും ബെഞ്ചും പോയാലും, ഇവിടെ ഇരിക്കുന്ന കട്ടിലും മേശയും ഗ്യാസും കുറ്റി അടുപ്പും എല്ലാം പോയാലും സ്തോത്രം, ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരാനില്ല. ദൈവം അതൊക്കെ അതിന്റെയൊക്കെ ഇരട്ടിയായിട്ടൊക്കെ ഈ ഭൂമിയിൽ നിനക്ക് എന്ത് ചെയ്യും? നൽകാൻ ശക്തമാണ്. അതുകൊണ്ട് നീ ഒരു ദിവസം വീടിന്റെ വാതിൽ തുറന്നിട്ട് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നാളെ തൊട്ട് എന്ത് ചെയ്തു എന്നല്ലേ പറഞ്ഞേ. അങ്ങനെ ഒരു മണ്ടത്തരം നീ കാണിച്ചാലും ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും, ദൈവം അതൊന്നും വലിയ കാര്യമാക്കത്തില്ല. പോട്ടെ, നീ നിന്റെ ഓർമ്മക്കുറവല്ല, പോട്ടെ, അത് ഞാൻ വർദ്ധിപ്പിച്ചോളാം. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു വാതിൽ ഞാൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അങ്ങനെ കയറിയ ഒരു കർത്താവിനെ, അങ്ങനെ കയറിയ ഒരു വചനത്തെ, അങ്ങനെ കയറിയ ഒരു വിശ്വാസത്തെ, അങ്ങനെ നിനക്ക് കിട്ടിയ ആത്മീക സമ്പത്തിനെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? അത് നഷ്ടപ്പെടുത്താൻ നമ്മുടെ വാതിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ ചോറായ പിശാചിന്റെ മുമ്പിൽ എന്ത് ചെയ്യരുത്? തുറന്നിട്ട് കൊടുക്കരുത് എന്ന് നീ വിശ്വസിക്കുമ്പോഴാണ്, എന്ന് നീ വിചാരിക്കുമ്പോഴാണ്, അത് നീ തിരിച്ചറിയുമ്പോഴാണ് നീ ആത്മീകമായി വചന നിമിത്തം ജ്ഞാനി എന്ന് പറയുവാനിടയാകുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയുള്ളവനെ നോക്കി ദൈവം പറയും, അവനാണ് എൻ്റെ മകൻ, എൻ്റെ മകളെന്ന് പറയും. അവർ ശ്രേഷ്ഠന്മാരാണ്, അവർ ദൈവത്തിന് വിലയുള്ളവരാണ്. കാര്യം സ്തോത്രം, നിധി മറഞ്ഞു കിടക്കുന്ന ഈ വയലിനെ കളയാതെ സൂക്ഷിക്കാൻ കഴിവുള്ള, ഹല്ലേലൂയ, തങ്ങളെ തന്നെ കാക്കുന്ന, സൂക്ഷിക്കുന്ന, പിശാചിന് ഇടം കൊടുക്കാതെ തങ്ങളെ തന്നെ കരുതുന്ന, അത് ലോകത്തിന്റെ നന്മയാകട്ടെ, ധനത്തിന്റെ വഞ്ചനയാകട്ടെ, ജഡത്തിന്റെ പ്രവൃത്തികളാകട്ടെ, മനുഷ്യന്റെ ഏതുമാകട്ടെ, അതിനൊന്നും ഇടം കൊടുക്കാതെ തങ്ങളുടെ ആത്മീകതയെ കാക്കുന്നവർക്ക് ദൈവത്താലുള്ള നന്മകൾ വരുവാനിടയായിത്തീരും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇനി നമുക്ക് ഇന്നലെ വായിച്ച വാക്യം ഒന്ന് വായിക്കണം. റോമാലേഖനം 4-ാം അധ്യായം 2-ാം അധ്യായം അല്ലേ, അതിൻ്റെ 13-ാം വാക്യം തൊട്ടാണ് വായിച്ചത്. റോമാലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാട്ടെ. ന്യായപ്രമാണം ആദരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ
ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അതാ പറഞ്ഞ ന്യായപ്രമാണമില്ലാത്തവർ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം. അടുത്ത വാക്യം. അവരുടെ മനസ്സാക്ഷിയോട് കൂടെ സാക്ഷ്യം പറയും. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അവർ പ്രവൃത്തിയാൽ ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് അവർ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു എന്നാണ് എഴുതിയത് അല്ലേ? അങ്ങനല്ലേ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചു നോക്കിക്കാട്ടെ. അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഇതിനെ ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, മോശ നിമിത്തം ഓർക്കുന്നുണ്ടോ? അത് ഉച്ചയ്ക്ക് പോയി ആഹാരമൊക്കെ കഴിച്ച് വൈകിട്ടൊരു കഴിച്ചപ്പോഴത്തെ എല്ലാം മറന്നുപോയോ? ഇന്നലെ എന്താ പറഞ്ഞേ? ഉള്ളവർ പറഞ്ഞാൽ മതി. ആർക്കറിയാം അല്ലേ ഇന്നലെ എന്തോ പറഞ്ഞത്? എന്തോ പറഞ്ഞേ? ഇന്നലെ പറഞ്ഞ ഇതാണ്. സ്തോത്രം. വലിയ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഗ്രഹിക്കാൻ മനസ്സുള്ളവർ സ്തോത്രം. എനിക്ക് ഗ്രഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ അന്തരീക്ഷത്തിലാണ് ഇതിനെ ഇടുന്നത്, ഈ മണ്ണിലോട്ടാണ് ഇതിനെ ഇടുന്നത്. ഇതൊക്കെ വലിയ മർമ്മങ്ങളാണ്, അത് നമുക്ക് മനസ്സിലാകത്തില്ല. മനുഷ്യനിതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഇതൊക്കെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. ഇതെല്ലാം ഈ അന്തരീക്ഷത്തിലും ഈ ഭൂമിയിലും ഈ മണ്ണിലും എല്ലാം ഇത് കിടക്കും. സ്തോത്രം. നിങ്ങൾ ആർത്തില്ലെങ്കിൽ നാളെ ഈ കല്ലിലും മണ്ണിലൂടെ ഒക്കെ അതെന്ത് ചെയ്യും? നിങ്ങളിലൂടെ അത് പകർച്ച ഉണ്ടായില്ലെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങളൊക്കെ ദൈവം പകർച്ച ഉണ്ടാക്കും. അങ്ങനെ അതിൻ്റെ കിടപ്പ്. ദൈവകാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. സ്തോത്രം. ദൈവത്തിന് ഒത്തിരി മർമ്മങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ട്. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പം അതുകൊണ്ട് ഈ കേൾക്കുന്നത് എന്ത് ചെയ്തോണം? ഇനി നമ്മൾ കേട്ടോണേ, ഇത് എല്ലാവർക്കും ഇത് കേൾക്കാൻ പറ്റത്തില്ല. അത് കേൾക്കാൻ വിളിച്ചപ്പെട്ടവർക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരുന്നു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളിങ്ങനെ വന്നു. അപ്പം ഞാൻ എൻ്റെ നിർമ്മിത ബുദ്ധിയോട് നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിനകത്തുണ്ട്. ഈ നിർമ്മിത ബുദ്ധിയോടെ എൻ്റെ 4 ആശയം അങ്ങോട്ട് ഇട്ടേച്ച് ചോദിച്ചു, ഇത് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? നിർമ്മിത ബുദ്ധിയോട്. അപ്പം നിർമ്മിത ബുദ്ധി എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? കഴിഞ്ഞ 500 വർഷമായിട്ട് ലോകത്തിൽ എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്നും നീ ഇപ്പോൾ പറയുന്ന ആശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ നുണ പറയല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നോ, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മിനിറ്റുകൾ കൊണ്ട് വിശകലനം ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. സ്തോത്രം. പക്ഷേ അത് ബൈബിൾ വെളിച്ചത്തിലാണോ? ആന്നു. ബൈബിളിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. അതെല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യത്തില്ല. അപ്പോൾ അത് കേൾക്കാൻ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ എത്ര വിലയുള്ളവരായിരിക്കും? അതിൻ്റെ രഹസ്യം നിങ്ങൾ നോക്കണം. സ്തോത്രം. അപ്പം അതിനൊക്കെയാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതെന്തിനാണ് ഇരുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആരെങ്കിലുമൊക്കെ ചിലരെ ദൈവത്തിന് അതിനകത്തൂടെ എന്ത് ചെയ്യാനുണ്ട്? വാർത്തെടുക്കാനുണ്ട്. അതില്ലാത്തവർ ചിലപ്പോൾ മറന്നുപോകും. പക്ഷേ അതുള്ളവർക്ക് എവിടെയെങ്കിലുമൊക്കെ അത് ക്രിയ ചെയ്യും. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചായിരിക്കും അതിനകത്തൂടെ വെളിയിൽ വരുന്നത്. ആരൊക്കെയാണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്ക് വേണ്ടിയാണിത് പറയുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിലും അതിനെ എടുക്കുന്ന മൂഡിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തുന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഞാൻ വെറുതെ ചോദിച്ചാണ്, ആശയങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയും ചോദിച്ചാണ്. പക്ഷെ അത് അത്ര ആഴത്തിലുള്ളതാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രാവർത്തികമാക്കിയാലുണ്ടല്ലോ, സ്തോത്രം, എന്തോരം വലിയ ലോകത്തിൽ ഒരു പിശാചിനോ ഒരു മനുഷ്യനോ ഒരു ചരിത്രങ്ങൾക്കോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. നീ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താട്ടെ. നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മൾ ഈ നോർമലായിട്ട് കേൾക്കുന്ന, ഇപ്പം കേൾക്കുന്ന ഈ കണ്ണുനീര് തുടയ്ക്കുന്ന, അല്ലെങ്കിൽ വയറുവേദന മാറ്റുന്ന,
അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറ്റി ആശ്വാസം തരുന്ന ഈ വചനം നീ കേട്ടിട്ടുണ്ടോ എന്ന് നിർമ്മിത ബുദ്ധിയോട് ചോദിച്ചാൽ പുള്ളി പറയും ഇന്നലെ ഞാൻ കേട്ട എന്ത് ചെയ്യുക. അങ്ങനത്തെ 1000 എണ്ണം കേൾക്കാനും ഇവിടെ ഉണ്ട്. അത് കിടക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ഹല്ലേലൂയ. പക്ഷേ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചവർ വളരെ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഇനി നിങ്ങൾ പറഞ്ഞ മോഡിലേക്ക് വരണം. ബൈബിൾ മോഷണം എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ കള്ളൻ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ ഇടയിൽ നിന്ന് മോഷ്ടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമത്തിൽ എനിക്കൊരു മോഷണം നടന്നു എന്ന് നിനക്ക് പരാതി കൊടുക്കണമെങ്കിൽ ആ വാല്യൂഡായ പരാതി നിൻ്റെ അകത്തുള്ള ദൈവീകത മോഷ്ടിക്കുമ്പോൾ മാത്രമേ ആ പരാതി എന്താകുന്നുള്ളൂ, വാല്യൂഡ് ആകുന്നുള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് മോഷ്ടിച്ചു, കർത്താവേ ആ കള്ളനെ നീ ഒന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പറയും പോടാ മോനെ. ഹല്ലേലൂയ. നിൻ്റെ അകത്തിരിക്കുന്ന ദൈവീകത എത്രയോ കൊല്ലം മുമ്പ് എന്ത് ചെയ്തു, മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നിനക്ക് അതിനെ കാണാൻ ഇതുവരെ കണ്ണില്ല. നീ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, വീട്ടിലെ ഫ്രിഡ്ജും നാട്ടിലെ പല കാര്യങ്ങളുമാണ് നീ വലുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നെന്ന് ദൈവം പറയുന്ന വിഡ്ഢികളുടെ കൂട്ടത്തിൽ നമ്മൾ ആയിപ്പോകാതെ ജ്ഞാനികളാകണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണിനെ തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ഇവിടെ പറയുന്നത് ന്യായപ്രമാണമില്ലാത്തവർക്കെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം കൊടുത്ത ഈ എഴുത്ത് രേഖകൾ ഇല്ലാത്തവരുടെ അകത്ത്, ഇന്നലെ അതാ പറഞ്ഞേ, അവരുടെ അകത്ത് എന്തോ ഉണ്ടായിരുന്നു, ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അതെവിടെയാ ഉണ്ടായിരുന്നേ? എവിടെ ഉണ്ടായിരുന്നേ? അവരുടെ ഹൃദയത്തിനകത്ത് ആ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 5-ാം വാക്യം വായിച്ചാട്ടെ. ജനസിസ് 26:5. ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് സന്തതിക്ക് ഈ ദേശമൊക്കെ കൊടുക്കും. സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസ്ഹാക്ക് ഗേരാരിൽ പാർത്തു. ആ സ്ഥലത്ത് ജനം അവരുടെ ഭാര്യയെ കുറിച്ച് അവരോട് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 5-ാം വാക്യമുള്ള വായിക്കുന്നത് അല്ലേ? ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് സന്തതിക്ക് ഈ ദേശമൊക്കെ കൊടുക്കും. സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. ദൈവം പല പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കണമെങ്കിൽ അബ്രഹാം ദൈവത്തിൻ്റെ വഴിയിൽ എന്ത് ചെയ്യണം? വേറെ ആരോടും സംസാരിച്ചോ? അതെന്താ സംസാരിക്കാഞ്ഞേ? അവരാരും ദൈവത്തിൻ്റെ വഴിയിൽ. അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണമെങ്കിൽ അബ്രഹാമിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ നിയമം ഉണ്ടായിരുന്നു. എഴുതപ്പെട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ തെറ്റും ശരിയും എന്താന്ന് അവന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഒരു പ്രമാണം അവൻ്റെ ഹൃദയത്തിനകത്ത് ഇന്ന് നമുക്കുള്ളതുപോലെ ഇന്ന് നമുക്ക് വായിച്ചും കേട്ടും അറിഞ്ഞും എഴുതിയതിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നതും എവിടുന്നാ? എഴുതിയതിൽ നിന്നാണ് പല കാര്യങ്ങളും പ്രസംഗിക്കുന്നത്. ഇതുപോലെ എഴുതാത്തതൊന്നിൽ നിന്ന് അബ്രഹാം ദൈവത്തിൽ ജീവിക്കുവാൻ അബ്രഹാമിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. സ്തോത്രം. നമ്മൾ വായിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത് അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 4:7. നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ കിടക്കുന്നു. ദൈവം പറയാണ് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം. അപ്പം നന്മ ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ ആരുടെ അകത്ത് പ്രമാണമുണ്ട്? മനുഷ്യൻ്റെ അകത്ത് പ്രമാണമുണ്ട്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം പറ്റിയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ ദൈവം അറിയാതെ സംഭവിച്ചതാണോ എന്ന്? ദൈവം സർവജ്ഞാനിയാണ് അല്ലേ? ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചൊന്നുമല്ല ദൈവത്തിൻ്റെ, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ദൈവം വിചാരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കണമെന്ന് അല്ലേ
എല്ലാവരും അറിയുന്നതിന് മുമ്പേ ആരറിഞ്ഞിട്ടുണ്ട്? ദൈവം അറിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇതെല്ലാം ഒരു പ്രോസസ്സിംഗ് ആണ്. എന്താണെന്നറിയോ? ഈ സ്വർണ്ണമൊക്കെ അരിപ്പയിലിട്ട് അരിക്കുമല്ലോ, പറഞ്ഞ മനസ്സിലായോ? എന്നതുപോലെ കീടമില്ലാത്ത ഒന്നിനെ വെളിയിൽ കൊണ്ടുവരുവാൻ അങ്ങ് ജനനം മുതൽ ഇന്ന് വരെയും ദൈവത്തിൻ്റെ പ്രോസസ്സിങ്ങിനകത്തായിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ. കരങ്ങൾ ഉയർത്തുന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടി പറഞ്ഞാൽ, പാപം ചെയ്ത ആദമിനെ ഹൗവയെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ പ്രോസസ്സിങ്ങിനകത്തൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ടാണല്ലോ സ്തോത്രം അവരുടെ മുമ്പിൽ സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഹൗവയെ ഉപായത്താൽ ചതിച്ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അവിടെ വന്ന് ആ ചതിക്കുഴിയൊക്കെ വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സിങ്ങാണ്. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടി കട്ടിയോടെ പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ വീഴ്ച പറ്റിയ ആദമിൻ്റെയും ഹൗവയുടെയും ശരീരത്തെക്കാൾ ഒരിക്കലും വീഴ്ച പറ്റാത്ത ഒരു തേജസ്സുള്ള ശരീരമാണ് ഇനി യേശുക്രിസ്തുവിലൂടെ എനിക്കും നിനക്കും തരാൻ പോകുന്നതെന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തുന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ആദമും ഹൗവയും വീണെന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ ഇനിയും ഒരിക്കലും ആർക്കും നിന്നെ വീഴ്ത്താൻ പറ്റാത്ത, ഇനിയും ദൈവത്തിന് വേറൊരു സൃഷ്ടി, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോയതിനു ശേഷം മറ്റൊരു സൃഷ്ടി ഉണ്ടായാൽ പോലും ആർക്കും വീഴ്ത്താൻ കഴിയാത്തവണ്ണം നിന്നെ അത്ര ശ്രേഷ്ഠമാക്കി ദൈവത്തിൻ്റെ പ്രോസസ്സിങ്ങിനകത്തൂടെ എന്നെയും നിന്നെ കടത്തിക്കൊണ്ടുവരാനാണ് ദൈവം ഇതെല്ലാം ചെയ്തതെന്ന് ഇന്ന് പകൽക്കാലം അറിയാൻ കഴിഞ്ഞാൽ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഇപ്പോഴത്തെ കഷ്ടങ്ങളൊന്നും അതങ്ങനെയാ മനസ്സിലാക്കണ്ടേ. ഹല്ലേലൂയ. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. മനസ്സിലാകുന്നുണ്ടോ എൽവിഷേ? മനസ്സിലാകുന്നുണ്ടോ? ഗിഫ്റ്റ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കണം. സ്തോത്രം. ദൈവവചനം ചിന്തിക്കുന്ന രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ ഷോർട്ട് ടൈം ജീവിതമൊക്കെ ഒരു പ്രശ്നവും ഇല്ല. ജീവിതമൊന്നും ഇതല്ല. ആദ്യ സൃഷ്ടിയേക്കാൾ തേജസ്സേറിയ ഒരു ദൈവ സൃഷ്ടിയായിട്ട് എന്നെയും നിന്നെയും ദൈവം പണിതുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടുത്തെ കഷ്ടങ്ങളോ, ഇവിടുത്തെ ആപത്തോ, ഇവിടുത്തെ വേദനയോ, ഇവിടുത്തെ നിലവിളിയോ, ഇവിടുത്തെ പരാജയങ്ങളോ ഒന്നും പരാജയമായി കാണാതെ, ഹല്ലേലൂയ, അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് ഒരു ദൈവവൈതൽ ദൈവം മുമ്പിൽ പറയുമ്പോൾ അവൻ ദൈവത്താൽ, ദൈവത്തിന്റെ കരങ്ങളാൽ അവൻ വീണ്ടും വീണ്ടും പണിയപ്പെടുകയാണ് ചെയ്യുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. ദൈവം ആദ്യത്തെ നിയമം എവിടെ എഴുതിയ? പറഞ്ഞാട്ടെ. ആദ്യത്തെ നിയമം എവിടെ എഴുതിയ? ആദ്യത്തെ നിയമം എവിടെ എഴുതിയേ? ശരി, ആദമിൽ, അല്ലെങ്കിൽ ആദമിൻ്റെ ഹൃദയത്തിൽ. ആ ഹൃദയം ഉണ്ടായത് എവിടുന്ന? പറഞ്ഞാട്ടെ. ആ ശരീരം ഉണ്ടായത് എവിടുന്ന? പറഞ്ഞാട്ടെ. അങ്ങനെ പറയുന്നേ. ആദമിൻ്റെ ജീവശ്വാസമുള്ളൂ ദൈവത്തിൽ നിന്ന്. ആ ശരീരം മുഴുവൻ ഉണ്ടായത് എവിടുന്ന? അപ്പൊ ആദ്യത്തെ നിയമം എഴുതിയത് എവിടെയാ? പറയുന്നേ. ഉറച്ചു പറഞ്ഞു, ഒരു തെറ്റുമില്ല. ആദ്യത്തെ നിയമം എവിടെ എഴുതിയേ? മണ്ണിൽ എഴുതി. മണ്ണിൽ അവൻ കൈ കൊണ്ട് എന്ത് ചെയ്തു? കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? മണ്ണുകൊണ്ടാ. അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ സാദൃശ്യത്തിൽ. മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും, എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ സാദൃശ്യത്തിൽ എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. അതിനെ എങ്ങനെയാ സൃഷ്ടിച്ച്? മണ്ണുകൊണ്ട് സൃഷ്ടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവന്റെ മൂക്കിൽ എന്ത് ചെയ്തു? ജീവശ്വാസം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ പറഞ്ഞ മനസ്സിലായോ? അവൻ ആദ്യത്തെ കൽപ്പന എവിടെ എഴുതിയേ?
ഇനി മണ്ണുകൊണ്ട് എഴുതിയത് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിനകത്തുണ്ട്, നിങ്ങൾ എവിടെയും കേൾക്കത്തില്ല. സ്തോത്രം. ദൈവം ഈ പുതിയ നിയമത്തിലൊക്കെ ഒത്തിരി ഉപമകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ എല്ലാം പിറകിൽ എന്തുണ്ട്? ഇതിൻ്റെ എല്ലാം പിറകിൽ ഇപ്പം ഞാനൊരു ഉപമ പറയണമെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നല്ലൊരു ഫാമിലി, ഒത്തിരി ഉപദേശങ്ങൾ പറഞ്ഞൊരു ഫാമിലി പൊട്ടി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതും സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം, സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇപ്പം അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഉപദേശം പറയുന്നു വിചാരിച്ച് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾക്ക് കുടുംബകലമില്ലായിരുന്നു, ഞങ്ങൾ അടിപിടി കൂടത്തില്ലായിരുന്നു, ഞങ്ങൾ തെറി വിളിക്കത്തില്ലായിരുന്നു എന്ന് വിചാരിക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് ഞങ്ങൾ ടോപ്പിക്കാക്കി മാറ്റി മറ്റുള്ളവരോട് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഈ പറഞ്ഞ ഉപമകൾ മുഴുവൻ ആരോട് ബന്ധപ്പെട്ടതാ? പറഞ്ഞാട്ടെന്നേ, ദൈവത്തോട്, അവൻ്റെ സൃഷ്ടിയോട്, അവൻ്റെ കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലാണെങ്കിലും അവൻ വിരലുകൊണ്ട് എന്തെങ്കിലും മണ്ണിൽ എഴുതിയെന്നൊക്കെ വായിക്കുന്നുണ്ടോ? അല്ലേ, ഒരു സ്ത്രീ പാപത്താൽ പിടിക്കപ്പെട്ട് അവളെ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ്, അല്ലേ, അതേ എഴുതപ്പെട്ട നിയമം കൊണ്ട് അവളെ കല്ലെറിയുവാൻ എല്ലാവരും കൂടെ ഓടി വരുമ്പോൾ യേശു നിലത്തോട്ട് കുനിഞ്ഞിട്ട് അവൻ മണ്ണിൽ വിരലുകൊണ്ട് എന്ത് ചെയ്തു? എന്താ എഴുതിയത്? ആർക്കും അറിയത്തില്ല എന്താ എഴുതിയെന്ന്. അതും ഒരു വലിയ രഹസ്യമാണ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. മറ്റൊരു സമയത്ത് വേണമെങ്കിൽ വിശദീകരിക്കാം അതിൻ്റെ അർത്ഥമൊക്കെ എന്താന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വെറുതെ അവൻ കുനിഞ്ഞ് മണ്ണിൽ അവൻ ഒന്നും എഴുതത്തില്ല. കാരണം എഴുതപ്പെട്ട നിയമം കൊണ്ട് കല്ലെറിയുവാൻ ഓടി വന്നവളെ മണ്ണിൽ എഴുതിയ നിയമം കൊണ്ട്, ഹല്ലേലൂയ, ആ കല്ലെടുത്തവരെ തന്നെ, അവരുടെ പാപത്തെ തന്നെ അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവര് കല്ലിട്ട് അവര് തിരിച്ചു പോകുന്നത് ആ വചനം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവൻ്റെ രഹസ്യങ്ങളുടെ ആഴമൊന്നുമുണ്ടല്ലോ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവൻ ശ്രേഷ്ഠനായ ദൈവമാണ്. അവൻ ഭയങ്കര ജ്ഞാനിയാണ്. അവൻ്റെ മഹത്വത്തെ അളക്കുവാൻ ഈ പകൽക്കാലം എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ല. ഈ ചെറിയൊരു ബുദ്ധിയിൽ ഞാനും നിങ്ങളും അവനെ അളക്കരുത്. അവൻ്റെ സൃഷ്ടിയുടെ ഓരോ മഹത്വവും അതിശ്രേഷ്ഠമാണ്. എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വിലയേറിയ പദ്ധതിയുടെ അതീവ രഹസ്യങ്ങളുടെ കലവറയാണ്. ഈ പകൽക്കാലം ഞാനും നിങ്ങളും മറന്നു പോകരുത്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ അവൻ മണ്ണിൽ എന്ത് ചെയ്തു? എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ജീവശ്വാസം. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ കിടക്കുന്ന മണ്ണാണോ വലുത്, അതിനകത്ത് എഴുതിയ പ്രമാണമാണോ വലുത്? പറഞ്ഞാട്ടെ, എന്താ വലുത്? ഒന്നുകൂടെ പറഞ്ഞാട്ടെ. അതിനകത്ത് എഴുതിയ. അപ്പം ഈ മണ്ണ് സൂക്ഷിക്കേണ്ടത് എന്താ? നിങ്ങൾ പറഞ്ഞാട്ടെ, ഈ മണ്ണ് സൂക്ഷിക്കേണ്ടത് എന്താ? ആ മനസാക്ഷിയുടെ പ്രമാണത്തെ, ഈ എഴുതപ്പെട്ട പ്രമാണം വരുന്നതിന് മുമ്പേ മോശയ്ക്ക് കൊടുത്ത കല്ലിൽ എഴുതപ്പെട്ട, അത് പിന്നെ പറയാം കേട്ടോ, കല്ലിൽ എഴുതപ്പെട്ട പ്രമാണം വരുന്നതിന് മുമ്പേ, അല്ലേ, മണ്ണിൽ എഴുതപ്പെട്ട ഒരു പ്രമാണം നമ്മുടെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇതിന് വേറൊരു വാക്യം കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. ഈ അത്യന്ത ശക്തി കണ്ടോ? ഈ നിയമത്തിനകത്ത് കിടക്കുന്നതാ നമ്മൾ ഈ പറയുന്ന പരിശുദ്ധാത്മാവും, നമ്മൾ ഈ പറയുന്ന പിതാവും, നമ്മൾ ഈ പറയുന്ന പുത്രനും, നമ്മൾ ഈ പറയുന്ന യേശുവിൻ്റെ വഴിയിൽ വന്ന എല്ലാ വചനങ്ങളും അന്ന് ഏദൻ തോട്ടത്തിനകത്ത് എഴുതി കൊടുത്തതിനകത്ത് കിടക്കുന്ന സ്വർഗത്തിലെ മർമ്മമായി ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. നമ്മൾ അതെല്ലാം ഈ മൺപാത്രത്തിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പകർന്നിട്ടുണ്ട്. സജീവർ മനസ്സിലാവുന്നു? സ്തോത്രം. അല്ലേ?
ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്തായിരുന്നു? ഇതിനെ നമ്മൾ സൂക്ഷിക്കണമായിരുന്നു, ഇതിനെ നമ്മൾ കാവൽ ചെയ്യണമായിരുന്നു, ഇതിനെ നമ്മൾ കരുതണമായിരുന്നു. പുതിയ നിയമത്തിലൊക്കെ ഉണ്ടല്ലോ ഇതിനോടൊക്കെ ബന്ധപ്പെട്ട ഭയങ്കര വാക്യങ്ങൾ കിടക്കുക, ഞാൻ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനകളെ സങ്കീർത്തനക്കാരനൊക്കെ പറയുന്നുണ്ട്, അവന്റെ കൽപ്പനകളെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണമെന്നാ പറയുന്നേ. അതിനെ കാവൽ ചെയ്തോണം, അതിനെ സൂക്ഷിച്ചോണം. അതിനെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നു, മണ്ണിൽ എഴുതപ്പെട്ട് ജീവശ്വാസത്താൽ അതിന് ജീവൻ പിടിച്ച ജീവനുള്ള കൽപ്പനകളായി നമ്മുടെ അകത്തതിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, ഉറക്കം വരുന്നതാ? സ്തോത്രം. ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങിയത് ഞാനാണ്. രാത്രിയാണെങ്കിൽ ഒരു 3 മണി വരെ എന്നെ ഉറക്കത്തില്ല. എതിലെയാണ് കൊതുക് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എത്ര എണ്ണത്തെ അടിച്ചു വന്നാലും കിടന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ കീ എന്ന് പറഞ്ഞ് നടന്നടി. പിന്നെ ഞാൻ എഴുന്നേക്ക് ലൈറ്റ് ഇടും, ഇതിനെ അടിച്ചു പോലെ പിന്നെ എഴുന്നേക്ക് ലൈറ്റ് ഇടും. രാത്രി ഒന്നും എനിക്ക് ഉറക്കമില്ല. ഇനി രാവിലെ ആയാലും പകലായി കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട്. ഹലോ സ്തോത്രം. എനിക്ക് ഇരിക്കാൻ സമയമില്ല. സ്തോത്രം. എങ്കിലും സ്തോത്രം, ദൈവം നമ്മോടെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരിടവേള കിട്ടിയാൽ, ഇന്നലെ വൈകിട്ടായത് ഞാൻ അറിഞ്ഞില്ല, ഉച്ചയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞേച്ചേ ഇച്ചിരി ചോറ് കഴിച്ചേച്ചേ ആ പുറയിലെ സോഫയിലോട്ട് ഇരുന്നതാണ്. രാത്രി 7 മണിക്കാണ് ഞാൻ അറിഞ്ഞത്. 7 മണിയായിരുന്നു, ഇരുട്ടായപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാനിപ്പോഴും ഉച്ചയായുള്ളെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. സ്തോത്രം. സ്തോത്രം. ദൈവം നമ്മളോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അതാണ് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ 1000 ദിവസം ദൈവത്തിന് അതെന്താ? അതിനകത്ത് ഇരുന്നുണ്ടല്ലോ ദിവസം ഒന്നും പോകുന്നത്. അങ്ങനല്ല എൻ്റെ മർമ്മം. ഈ ദൈവത്തിനകത്തിരുന്നാൽ ദൈവത്തിന് ദിവസം ഒന്നും പോകുന്നത് എന്ത് ചെയ്യുന്നില്ല. ദൈവത്തിനകത്ത് നമ്മളും ഇരുന്ന അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അവർ 3 ദിവസം അല്ലേ ചെറുക്കം കൊണ്ടുവന്ന അപ്പവും മീനും എല്ലാം കൂടെ കൈ വെച്ചേച്ച് അവർ എത്ര ദിവസം വചനം കേട്ടു? ഇത് വളിച്ചു പോയില്ലല്ലോ ഓർക്കുന്നത്. നമ്മളൊക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ? സ്തോത്രം. വചനത്തിന്റെ മുമ്പിൽ ഒരു വളിപ്പും ഇല്ല. അങ്ങനെ ഒരു മർമ്മമുണ്ട് അതിനകത്ത്. വചനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ കേടുവരാത്ത അപ്പം, കേടില്ലാത്ത അപ്പം, ജീവനുള്ള അപ്പം, ജീവിക്കുന്ന അപ്പം. ഹല്ലേലൂയ. അതെ, നിനക്ക് ആഹാരത്തിന് വേണ്ടി ഉള്ളതാണെങ്കിൽ പോലും വചനത്തിന്റെ മുമ്പിൽ നീ ഇരുന്നാൽ അതിനെയെല്ലാം കരുതുന്ന ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഞങ്ങൾ ഉയർച്ചെന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദുരുപദേശമൊന്നും ആരും പറഞ്ഞേക്കരുത്. ചിലപ്പോൾ അന്നത്തെ അപ്പങ്ങളൊക്കെ കേടില്ലാത്ത അപ്പങ്ങളായിരിക്കാം. എങ്കിലും അടിസ്ഥാന പ്രകാരമൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നതിന് ഒരു കേടും കൂടാതെ ദൈവം എന്ത് ചെയ്തോളും? സൂക്ഷിച്ചോളും. സ്തോത്രം. അതിനിപ്പോൾ കടലിൽ പോയി മീൻ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനിപ്പം ആട്ടയെടുത്ത് റൊട്ടി അല്ലേ അതിനെ അരച്ച് റൊട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് പറയും, വന്ന് തിന്നോളാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതൊക്കെ അവന്റെ രഹസ്യത്തിനകത്തെ കാര്യങ്ങളാ. ഇതൊക്കെ എനിക്കും നിനക്കും മനസ്സിലാകണമെങ്കിൽ ഹല്ലേലൂയ ആ ദൈവിക പരിജ്ഞാനത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടി വരും. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഇതിനെല്ലാം എവിടെയാ എഴുതി തന്നിരിക്കുന്നേ? മണ്ണിൽ എഴുതി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, പിശാച് ആദ്യം മോഷ്ടിച്ചത് എന്താ? ആദാമിന്റെ അവയുടെയും ജീവിതത്തിൽ ആദ്യം മോഷ്ടിച്ചത് സ്തോത്രം അവന്റെ കൈയും കാലും ശരീരവും കണ്ണും വയറും ഒക്കെ കേടാക്കിയിട്ടാണ്. ആദ്യം കവർന്നത് എന്താ? അല്ലേ? ആദ്യം കവർന്നത്. നീ എന്നോടൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ദൈവം എപ്പോഴും വസിക്കുന്നത് എവിടെയാണെന്നറിയോ? എവിടെയാ? മോശയുടെ പെട്ടകം വെച്ച് പറയണം. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരുന്ന എവിടെയാ? കൃപാസനം. അതിനകത്ത് എന്താ ഇരുന്നത്? അതിനകത്ത് കൽപ്പലകകൾ ഇല്ലേ? മഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു. കൽപ്പലക അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്താണ് ആര് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്? ദൈവ സാന്നിധ്യം.
അപ്പൊ ദൈവം എപ്പോഴും വെളിപ്പെടുന്നത് എവിടെയാ? അവന്റെ കൽപ്പന എവിടെ ഉണ്ടോ, ആര് കൽപ്പന അനുസരിക്കുന്നോ, ആര് കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കുന്നോ, ആര് കൽപ്പനയെ കാത്തുകൊള്ളുന്നോ, അവരുടെ അകത്താ ദൈവം എന്ത് ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഓർത്തൊന്നോട് സ്തോത്രം ചെയ്താൽ യേശുക്രിസ്തുവിന്റെ അകത്ത് പിതാവ് ഇരിക്കാൻ കാര്യം എന്താ? വലിയ മർമ്മോട്, ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചാലൊന്നും തീരത്തില്ല. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അകത്ത് പിതാവ് ഇരിക്കാൻ കാര്യം എന്താണെന്നറിയോ? അവൻ മറിയയിൽ ജനിച്ചിട്ടും ദൈവീകമായ ആ ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് അവന് കിട്ടിയതൊന്നും 33.5 വയസ്സും ജീവിച്ചിട്ടും അവൻ എന്ത് ചെയ്തില്ല? കളഞ്ഞില്ല. പറഞ്ഞു മനസ്സിലായ? അവൻ കളഞ്ഞില്ല. അവസാനം കാൽവരി കുരിശിൽ വെച്ച് പിതാവിന് അവനിൽ നിന്ന് മാറാൻ അതിനെ എടുക്കേണ്ടി വന്നു. ഉടനെ ആ കർത്താവ് ചോദിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്താണെന്നറിയോ? സ്തോത്രം. പിതാവ് വസിച്ചിരുന്ന ആ നിയമം, അല്ലെങ്കിൽ ആ ഉടമ്പടി, അല്ലെങ്കിൽ ആ ഹൃദയം, അതിനകത്തു നിന്ന് ആ പിതാവിന്റെ സാന്നിധ്യം എന്ത് ചെയ്തു? അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഉയർത്തുന്നൂടെ സ്തോത്രം ചെയ്താൽ ഇത് തന്നെയല്ലേ ആദ്യ മനുഷ്യനിൽ സംഭവിച്ചത്? എന്തോ നഷ്ടപ്പെട്ടു. ഒന്നുകൂടി പറഞ്ഞാൽ, മണ്ണിൽ എഴുതിയ കൽപ്പന അവർക്ക് നഷ്ടമായി. നഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ കൽപ്പനയുടെ മൂല്യത്തെ അവരെന്താക്കി? ചെറുതാക്കി, വിലയില്ലാതെയാക്കി, അതിന്റെ വലിപ്പം കുറച്ചു. ഇനിയും പഴയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ മനസാക്ഷി തഴമ്പിച്ചു. അവർക്ക് ഹൃദയകാഠിന്യം വന്നു. ദൈവത്തിന്റെ നിയമങ്ങളെ അവർ ലളിതമായി കണ്ടു. ദൈവത്തെ ഭയമില്ലാതെയായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ എല്ലാം ഘട്ടങ്ങളായി പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? വല്ലോ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സെക്യൂരിറ്റി ഗാർഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ സിമ്പിളാക്കി പറഞ്ഞു തന്നാലേ പല കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാകുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ. സ്തോത്രം. ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ, ഈ മണ്ണിൽ എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, അല്ലേ, അതിനകത്താണ് ദൈവവും ദൈവ സാന്നിധ്യവും ദൈവം വസിക്കുന്നതും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നതും ദൈവം ഒരു മനുഷ്യ രൂപത്തിനകത്ത് വസിക്കുന്നതുമെല്ലാം ഈ ഹൃദയത്തിനകത്ത് നമ്മൾ കാക്കുന്ന ഈ വചനം കൊണ്ട് മാത്രമാണെന്നായി പറഞ്ഞു വരുന്നത്. പ്രീശലോ, കരങ്ങൾ ഉയർത്തുന്നോട് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ അത് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആര് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ പിശാച് ഒരു കാരണം ആയി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം ചെയ്താൽ അത് നഷ്ടപ്പെടുത്താൻ പിശാച് ഒരു കാരണം ആയി. അങ്ങനെ വേണം അതിനെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ആദ്യത്തെ മോഷണം എവിടെയാണ് നടന്നത്? സജീവൻ എവിടെ നടന്ന്? ഏദൻ തോട്ടത്തിൽ മണ്ണിൽ എഴുതപ്പെട്ട കൽപ്പനകൾ അവൻ ആ മണ്ണിൽ നിന്ന് എന്ത് ചെയ്തു? മോഷ്ടിച്ചു. ഇനി ഇത് പുതിയ നിയമത്തിലോട്ട് പറയാം. ഒരു മനുഷ്യൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. അത് കുറെ വഴിയരികെ വീണു, കുറെ മുള്ളിനിടയിൽ വീണു, കുറെ പാറസ്ഥലത്ത് വീണു, കുറെ എവിടെ വീണു? ഇതെല്ലാം കള്ളൻ വന്ന് എന്ത് ചെയ്തു? ഈ വീണ വചനം എല്ലാം എന്ത് ചെയ്തു? അത് ലോകം, ധനത്തിന്റെ വഞ്ചന. അതിനെ പുതിയ നിയമം അങ്ങനെ പറഞ്ഞ ലോകം, ധനത്തിന്റെ വഞ്ചന, അല്ലേ? ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഞെരുക്കി, അതിനെ വളർത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്തു? മോഷ്ടിച്ചു, അല്ലേ? അതിന്റെ ഒരു കത്തിക്കൊണ്ടിരുന്ന ബൾബ് അത് കേടായാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഫീസായി എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ മൂല്യം ഇല്ല, അത് പോയി, അല്ലെങ്കിൽ അത് കളഞ്ഞു, അല്ലെങ്കിൽ അത് എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു, നഷ്ടമായി എന്നല്ലേ അതിന്റെ അർത്ഥം? അത് ആ വാക്ക് തന്നെയാണ്, ആ മീനിങ് തന്നെയാണ് ഇവിടെ മോഷ്ടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും മനസ്സിലാകുന്ന പോലെ ഇരുന്നത്. ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ നിങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? സ്തോത്രം. ഇപ്പൊ ഈ കുപ്പി നിറഞ്ഞിരിക്കുക, ഞാൻ ഇങ്ങോട്ട് വാ തുറന്നിട്ട് അങ്ങ് കുടിച്ചു, അല്ലേ? ഇപ്പൊ ഇതെന്തായി?
കാലിയായി. ഈ കുപ്പി എന്തോ പറയും? ഞാൻ പണ്ട് നിറഞ്ഞിരുന്നായിരുന്നു, ഇപ്പൊ ഇതെന്ത് ഞാൻ കാലി. ഇത് മോഷ്ടിച്ചതാരാ? കുപ്പിയുടെ ഭാഷയിൽ ഇതിനെ കുടിച്ചതാരാ? ഞാൻ. അവനെ കാലിയാക്കാൻ ഞാൻ എന്ത് ചെയ്തു? മോഷണം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ അതിന്റെ ആ മീനിങ് ആണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വീട്ടിലോട്ട് വന്ന് എന്ത് ചെയ്തു, നിന്നെ അടക്കം വണ്ടിയിലോട്ട് കയറ്റി JCB കയറ്റി കൊണ്ടുപോയെന്നൊന്നും അല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അല്ലേ? കട്ടെടുത്തു അല്ലേ? സാത്താൻ വന്ന് അവയെ ചതിച്ച് വഞ്ചിച്ച് ദൈവം വസിച്ചിരുന്ന ആ പ്രമാണം ആ ഹൃദയത്തെ തഴമ്പിച്ചതാക്കി, ദൈവത്തിന് വരാൻ കഴിയാതാക്കി, അവനെ ദൈവത്തിന് കൊള്ളരുതാത്തവൻ ആക്കി മാറ്റി. അതിനകത്തൊരു വഞ്ചനയുണ്ട്, അതിനകത്ത് ഒരു കറങ്ങിത്തിരിഞ്ഞ മോഷണം ഉണ്ട്. കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്താട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. ആദമിന്റെ ഔവ്വയും കാലം കഴിഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. ആരോടാ വായിച്ചത്? ഉൽപ്പത്തി പുസ്തകം. ഹാബേലിന്റെ കാര്യമാണ് വായിച്ചത്. വായിച്ചാട്ടെ. നീ നന്മ ചെയ്യുന്നെങ്കിൽ നീയോ അതിനെ എന്ത് ചെയ്യണം? മോഷ്ടിച്ചവന്റെ മോനോട് പറയാണ് അല്ലേ? താത്താൻ വന്ന് അപ്പന്റെ അമ്മയുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? എല്ലാം കട്ടു. ഇവർ നഷ്ടപ്പെടുത്തി, ഇവരെ തേജസ് പോയി, ദൈവത്തിന് കൊള്ളരുതാത്തവരായി. ഇവര് ദൈവത്തിന്റെ ജയിലിൽ, അങ്ങനെയല്ലേ? മോഷ്ടിച്ചു കളഞ്ഞാൽ പിന്നെ ഇവർ പോകുന്ന എവിടെ? ജയിലിൽ. ദൈവത്തിന്റെ കാരാഗ്രഹത്തിനകത്ത്, നരകം എന്ന് പറയുന്ന കാരാഗ്രഹം, നിത്യജീവൻ എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞ ആ സാധനം നഷ്ടപ്പെട്ട് ഈ ശരീരത്തിന് എന്തു വന്നു? മരണം സംഭവിച്ചു. കരങ്ങൾ ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താട്ടെ. അവന്റെ മകനോട് ദൈവം പറയാണ്, എന്താ പറയുന്നേ? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പിന്നെ നീ പ്രമാണത്തിന് ജീവൻ പിടിപ്പിക്കാൻ എന്ത് ചെയ്യേ? അങ്ങനല്ലേ പറയുന്നേ? നിന്റെ അകത്ത് കിടക്കുന്ന, നിന്റെ മണ്ണിൽ കിടക്കുന്ന ആ പ്രമാണം ഇപ്പൊ ഞെരുങ്ങി, അല്ലെങ്കിൽ അത് പറവ കൊത്തിയെടുത്തു, അത് നല്ല നിലത്തല്ല, നിലം ശരിയല്ല, നിന്റെ നിലം ശരിയാക്കി നീ അതിന് ജീവൻ പിടിപ്പിക്കാനാ അവിടെ ഹാബേലിനോട് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഈ പുതിയ നിയമ വിശ്വാസിയോടും ദൈവത്തിന് ഇതാ പറയാനുള്ളത്. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ മക്കള്, എൻ്റെ ജോലി, എൻ്റെ കാശ്, എൻ്റെ കൂലി എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ ഓടാതെ നിന്റെ അകത്ത് ജീവൻ നഷ്ടപ്പെട്ട ആ ദൈവീക പ്രമാണത്തിന് നീ ജീവൻ പിടിപ്പിക്കാനാ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും ദൈവജനത്തോട് ദൈവം പറയുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടി പറഞ്ഞാൽ, അവന്റെ കാര്യത്തിന് നീ മൂല്യം കൊടുക്ക്, അവന്റെ ആരാധനയ്ക്ക് നീ വില കൊടുക്ക്, അവന്റെ വചനം കേൾക്കാൻ നിന്റെ ചെവിയെ തുറക്ക്, അവനെ കുറിച്ച് സംസാരിക്കാൻ നിന്റെ വായെ തുറക്ക്, നിന്റെ ഹൃദയത്തെ നീ ദൈവത്തിനായി തുറക്ക്. ഇതാ ദൈവം നമ്മോട് പുതിയ നിയമത്തിൽ പറയുന്നേ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഒന്നാമത്തെ മോഷണം എവിടെ സംഭവിച്ചു? എല്ലാരും ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നാമത്തെ മോഷണം എവിടെ സംഭവിച്ചു? ഏദെൻ തോട്ടത്തിൽ സംഭവിച്ചു. അതെവിടെ എഴുതിയതായിരുന്നു? മണ്ണിൽ എഴുതി അവന്റെ ജീവശ്വാസം കൊണ്ട് ജീവൻ കൊടുത്ത്, വലിയ മർമ്മം കേട്ടോ, ജീവൻ കൊടുത്ത് അകത്തിരുന്ന വചനം കേട്ടോണേ, മറക്കല്ലേ. എപ്പോഴെങ്കിലൊക്കെ സഭയിൽ ഒരു അവസരം കിട്ടും പറഞ്ഞോണം. അകത്തിരുന്ന വചനം അവൻ തിന്മ ചെയ്തതുകൊണ്ട് എവിടെ പോയി? ഉറക്കെ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്ന പോലെ പറയണം. അകത്തിരുന്ന വചനം അവൻ പാപം ചെയ്തപ്പോ എവിടെ പോയി? പുറത്തുപോയി. പോയോ? സ്തോത്രം ചെയ്താട്ടെ. മനസ്സിലായി? ദൈവം അകത്ത് കൊടുത്ത് മനുഷ്യന്റെ അകത്തിരുന്ന വചനം ഇപ്പൊ എവിടെ പോയി? പുറത്തുപോയി. പോയോ? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു കേട്ടോ, പുറത്തുപോയി.
കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ അത് പുറത്തു പോയത് കൊണ്ടാണ് ഈ മനുഷ്യൻ മുഴുവൻ പാപികളായി മാറിയത്. കാര്യം മനുഷ്യന്റെ അകത്ത് ആ ദൈവിക കൺട്രോൾ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഈ പഴയ നിയമത്തിനകത്തെല്ലാം ഹൃദയം കഠിനപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ഈ വചനത്തിന് മൂല്യവും വിലയൊക്കെ കുറച്ച് കാണുന്നതുകൊണ്ട് ഈ വചനം എന്ത് ചെയ്യാണ്? വെളിയിൽ പോകുകയാണ്. ഇത് നമ്മളിൽ ഇരിക്കാതെ എന്ത് ചെയ്യാണ്? പുറത്തു പോകുകയാണ്. കരങ്ങൾ ഉയർത്തുന്നോട് സ്തോത്രം ചെയ്താണ്. അഞ്ചു വചനം എവിടെ പോയി? എവിടെ പോയി? മക്കൾ വല്ലതും കേൾക്കുന്നുണ്ടോ? എല്ലാം മനസ്സിലാവുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. വചനം എവിടെ പോയി? വചനം ദൈവമായിട്ടുള്ള സംസർഗം മനുഷ്യനെ അവനവരെ അടിച്ച് തോട്ടത്തിന്റെ വെളിയിലാക്കി. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്തു? സ്തോത്രം. ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ അതുകൊണ്ടാണ് ഈ വചനം പിന്നെ കല്ലിൽ എഴുതേണ്ടി വന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലായി? പിന്നെ അത് എവിടെ എഴുതി? ദൈവം മോശയെ സീനായി മലയിൽ വിളിച്ച് തൻ്റെ വിരലുകൊണ്ട് മണ്ണിൽ എഴുതിയതുപോലെ അവൻ എവിടെ എഴുതി? കല്ലിൽ എഴുതിയപ്പം ഈ കല്ലുമായിട്ട് മോശ താഴോട്ട് വരുമ്പോൾ മണ്ണിൽ എഴുതിയവൻ എന്തോ ചെയ്തോണ്ടിരിക്കുകയെന്നറിയോ? മണ്ണിൽ എഴുതിയവൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി. മനസ്സിലാകുന്നുണ്ടോ? മണ്ണിൽ എഴുതിയവൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി. പുരോഹിതനടക്കം, അല്ലേ? അഹരോൻ പുരോഹിതനടക്കം കാളക്കുട്ടിയെ ഉണ്ടാക്കി അന്യാരാധന നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കല്ലിൽ 10 എഴുതിയത്. അതിന്റെ ബ്രാഞ്ചസ് മുഴുവൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? മോശയ്ക്ക്. ദൈവം സീനായി മലയിൽ എന്ത് ചെയ്തു? എല്ലാം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ ഇനി മോശ ആ കല്ലുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ, അല്ലേ, പണ്ട് എന്ന് ഏദെൻ തോട്ടത്തിൽ ഹവ്വയെ ഉപായത്താൽ ചതിച്ച ആ പിശാചിന് മനസ്സിലായി, പ്രമാണം ഇവർക്ക് കിട്ടിയാൽ ഇവരെന്ത് ചെയ്യും? ജീവൻ പിടിക്കും. പ്രമാണം ഇവരുടെ അകത്ത് വന്നാൽ, മനസ്സിലാകുന്നുണ്ടോ? പ്രമാണം ഇവരുടെ അകത്ത് വന്നാൽ ഇവൻ ജീവൻ പിടിക്കും. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും പിശാച് നോക്കുന്ന എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പ്രസംഗത്തിൽ പറഞ്ഞാണ്. പിശാചിന് നോട്ടം നിന്റെ ആരോഗ്യത്തെയും പണത്തെയും വീടിനെയും സമ്പത്തിനെയും ഒന്നുമല്ല. പിശാചിന് നോട്ടം നിന്റെ വിശ്വാസത്തെയും നിന്റെ ദൈവികത്വത്തെയും നിന്റെ ആത്മീകത്വത്തെയും നിന്റെ അകത്തുള്ള വചനത്തെയും ആ പ്രമാണത്തെയും ഒക്കെയാണ് അവൻ നോക്കിയിരിക്കുന്നത്. അതെടുത്തു കളഞ്ഞാൽ നീ പിന്നെ മരിച്ചവന് തുല്യനാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇപ്പൊ ശരിയാകുന്നുണ്ടോ വചനം കൊണ്ട്? ആണോ? അതെടുത്താൽ പിന്നെ നീ ആരാണ്? മരിച്ചവന് തുല്യനാണ്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞേ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് ഞാൻ നിന്നെ മണ്ണിൽ നിന്ന് ജീവനുള്ളവനാക്കി സൃഷ്ടിച്ചു. എന്റെ പ്രമാണം നിന്റെ അകത്താക്കി, എന്റെ ജീവൻ നിന്റെ അകത്ത് തന്ന് നിന്നെ ജീവനുള്ളവനാക്കി. പക്ഷേ നീ തേജസ് നഷ്ടപ്പെടുത്തി വീണ്ടും എന്തായി മാറി? മണ്ണായി മാറി. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോഴും ആ പ്രമാണം നിന്റെ അകത്ത് കിടപ്പുണ്ടെങ്കിലും അതിന് എന്തില്ല? ശക്തിയില്ല, ബലമില്ല, ജീവനില്ല. ജീവൻ പിടിപ്പിക്കേണ്ട ഒന്നും നിന്റെ അകത്ത് ഇല്ല. ആ തേജസ് ഇല്ല നിന്റെ അകത്ത്. അത് നഷ്ടപ്പെട്ടു പോയി. അതൊരു മർമ്മമാണ്.
ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ, ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം പറയിപ്പിക്കുന്നതിനാണെന്നറിയോ? എനിക്ക് ആ ലൈൻ ഇങ്ങോട്ട് കിട്ടാണ്. നിങ്ങൾ ഉറങ്ങരുത്, ഡ്യൂട്ടിക്ക് വന്നിട്ട് പോയിട്ട് എനിക്കും ആ ലൈൻ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണമല്ലോ എൻ്റെ ലൈന്. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ എന്താ പറഞ്ഞു വന്നേ? എവിടെയാ പറഞ്ഞു നിർത്തിയത്? നിങ്ങൾ ഒത്തിരി പുറകെ പോകുമ്പോട്ട് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഒത്തിരി പുറകെ പോകും, ഞാൻ തന്നെ പറയാം, പിന്നെ എൻ്റെയും കൂടെ തല പോകും. മനുഷ്യന്റെ അകത്ത് നിന്ന്, മണ്ണിൽ നിന്ന് പ്രമാണം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അത് കല്ലിൽ ഒതുക്കേണ്ടി വന്നു. അവിടെയാ പറഞ്ഞത് അല്ലേ? ആ കല്ലും കൊണ്ട് ആര് വരികയാണ്? മോശ വരികയാണ്. ഇപ്പൊ ഈ പ്രമാണം ആർക്ക് കിട്ടും? താഴെ ജീവനില്ലാത്ത ചത്ത കുറെ ശരീരങ്ങൾ എന്ത് ചെയ്യാണ്? ദൈവതേജസ് നഷ്ടപ്പെട്ട ചത്ത കുറെ ശരീരങ്ങള് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കാളക്കുട്ടിയെ, ഇത് ഞങ്ങളുടെ ദൈവമാണ്, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. അവിടെ ഒന്നുമില്ല, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? അവിടെ ഭയങ്കര ആരാധന നടന്നുകൊണ്ടിരിക്കുക. ചത്ത ശരീരങ്ങളാണ്. ചത്ത ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിന് ജീവനില്ലാത്ത. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി പുതിയ നിയമത്തിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ പുതിയ നിയമത്തിൽ എത്ര വാക്കെടുക്കാന്നറിയോ? ഇതുപോലെ പുതിയ നിയമസഭയ്ക്കകത്തും പ്രമാണത്തിന് ജീവനില്ലാത്ത ഒത്തിരി വിശുദ്ധന്മാരിപ്പുണ്ട്. അവരെ വചനം പറയുന്നത് ജഡീകന്മാരെന്നാ പറയുന്നത്, പിന്മാറ്റക്കാരെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വചനത്തിന് ഒരു ജീവനും. ശവക്കോട്ട ചുമക്കാൻ ഇവനുണ്ടാവും, ശവപ്പെട്ടി ചുമക്കാനുണ്ടാവും, ഭക്ഷണം പാകം ചെയ്യാൻ മുമ്പിലുണ്ടാവും, വിളമ്പാൻ മുമ്പിൽ കാണും, പാവിരിക്കാനും പാമടക്കാനും. അത് ക്ഷമിക്കണേ, എല്ലാം നല്ല കാര്യമാണ് കേട്ടോ. ഇതിനെല്ലാം എല്ലാവരും മുമ്പിൽ കാണും. പക്ഷെ അകത്തൊരു പ്രമാണവും. അവിടെ കാളക്കുട്ടിയെ കണ്ട അവിടെയും കണ്ട് ഡാൻസ് ചെയ്യും, ഇവിടെ ആത്മാവ് കണ്ട ഇവിടെ എന്ത് ചെയ്യും? എല്ലാത്തിനും ഞാനുണ്ട്. ആ രൂപത്തിലാണ് ഇപ്പൊ ആര് നിൽക്കുന്നത്? ആര് നിൽക്കുന്നത്? അഹരോനും മക്കളും എല്ലാം കൂടെ നിൽക്കുക. അപ്പോഴാണ് ആര് വരുന്നേ? മോശയ്ക്ക് മനസ്സിലായി, മണ്ണിൽ എഴുതപ്പെട്ടതെല്ലാം മനുഷ്യൻ നഷ്ടമാക്കി. രണ്ടാമത് യഹോവയായ ദൈവം തേജസ്സോടെ വന്ന് അവൻ കല്ലിൽ എഴുതി കൊടുത്തിരിക്കുക. വലിയ ആകാംക്ഷയോടെ വരുന്നേ. പ്രമാണം തിരിച്ചു കിട്ടിയ വലിയ വലിയ എന്താണ്, സ്വർഗം കിട്ടിയതുപോലെ മോശ ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നേ? ഇങ്ങോട്ട് വരുന്നേ. അന്ന് പ്രമാണത്തെ കളഞ്ഞ അതേ അവനുണ്ടല്ലോ, സ്തോത്രം, മോശയ്ക്ക് കോപമായിട്ട് കയറി ഒറ്റ ഏറായതിനെ. മനസ്സിലായി? മനസ്സിലായി? എറിഞ്ഞതിനെ എന്ത് ചെയ്തു? കൊടുത്ത പ്രമാണത്തെ എന്ത് ചെയ്തു? മോശ പറഞ്ഞതെല്ലാം മറന്നു. ഈ 10 എണ്ണത്തിന്റെ പുറകെ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നോ അതെല്ലാം അവനും ശേഷം മനുഷ്യരെ പോലെ ആകേണ്ട അവസ്ഥയിലേക്ക് മോശയെപ്പോലും, ദൈവ തേജസ് കണ്ട ഇറങ്ങി വന്ന മോശയെപ്പോലും, ഈ പറഞ്ഞ മോശക്കകത്തുകൂടെ ഈ പ്രമാണം വരാനിരിക്കുന്ന അവന് ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട്. അല്ല മോശ ദൈവത്തെ അങ്ങോട്ട് സീനായി മലയിൽ പോയി കണ്ടെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുവോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പക്ഷെ ഞാൻ അവരെ എന്താ അറിയാത്ത? എൻ്റെ പ്രമാണം അവരുടെ അകത്ത്. അതാ കാര്യം. മോശ ഇതെല്ലാം കൊണ്ട് ദൈവത്തെ എല്ലാം കണ്ട് ഇങ്ങോട്ട് പ്രമാണം കൊണ്ട് വരികയാണ്. ഈ പ്രമാണം കുറെ മോശക്കകത്തോട്ടും ഇനി എന്താണുണ്ട്? ചെല്ലാനുണ്ട്. അതുപോലും അവന് കിട്ടിയില്ല. അവന്റെ കോപം. നിങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇനിയൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ. സാക്ഷാൽ ദൈവം വെളിപ്പെട്ടിട്ട് മോശയുടെ കോപം പോയോ? അവർക്ക് പറയുന്നേ. സാക്ഷാൽ യേശു ക്രിസ്തു യൂദയുടെ കാല് പിടിച്ചിട്ടും യൂദയുടെ അകത്തുനിന്ന് പിശാച് പോയോ? അതെന്താ? അതൊന്നല്ലേ? അതെന്താ? ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നു എന്നുള്ളതല്ല, ആ കേട്ടതിനെ ഞാൻ ഹൃദയത്തിൽ വെച്ചു, ആ കൽപ്പനകളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാത്തു, ആ പ്രമാണത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചു, അത് പാലിക്കുന്നു എന്നുള്ളതിൽ ആ ദൈവം വസിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ചൊൽവരത്തിൽ ദൈവം എന്നോട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും, ഞാൻ നിന്നെ. അതെന്താ? നീ എൻ്റെ കൽപ്പനകളെ കാത്തിട്ടില്ല.
ഹല്ലേലൂയ. സ്തോത്രം ചെയ്താട്ടെ. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉണ്ടല്ലോ, അവൻ 1000 അത്ഭുതങ്ങൾ ചെയ്തതിലല്ല അവന്റെ നോട്ടം പോയത്. സ്തോത്രം. ശിഷ്യന്മാരെ വിട്ടപ്പോ കർത്താവ് പറയുന്നുണ്ട് അല്ലേ, അവര് പറഞ്ഞു ഈരണ്ടായിട്ട് അവരെ വിട്ടു. അവര് മടങ്ങി വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങളെ കീഴടങ്ങുന്നത് കൊണ്ടല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയത് കൊണ്ട് എന്ത് ചെയ്തോളാൻ നിങ്ങൾ സന്തോഷിച്ചാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കണക്ഷൻ നിങ്ങൾക്കകത്ത് ഉണ്ടെന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിച്ചോണം. അത് നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചോണം. സ്വർഗത്തിലെ നിങ്ങളുടെ ആ ബന്ധം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തരുത്, നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് നഷ്ടപ്പെടുത്തരുത്. സ്വർഗം നിങ്ങൾക്ക് തന്ന പ്രമാണം, അവന്റെ വായിലെ വാക്ക്, അവന്റെ വായിലെ വചനം, അവനോടുള്ള സംസർഗം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് എന്നാണ് എന്റെ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. മോശയ്ക്ക് മനസ്സിലായി, ദൈവമേ നീ എനിക്ക് എഴുതി തന്ന ഈ പ്രമാണം എനിക്ക് ഇവര് നിമിത്തം അല്ലേ എറിഞ്ഞുടയ്ക്കേണ്ട അവസ്ഥ വന്നു. ഇത് തന്നെയാ ഹവ്വയും പറഞ്ഞു അല്ലേ. അവളെ സാത്താനെ പറഞ്ഞു, ആദാം ഹവ്വയെ പറഞ്ഞു അല്ലേ. മോശ ആരെ പറഞ്ഞു? ഇസ്രായേൽ മക്കളെ പറഞ്ഞു. എല്ലാം ശരിയല്ലേ? എല്ലാം കണക്റ്റിങ്ങാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീയോട് ചോദിച്ചു, ഇങ്ങോട്ട് വിളിച്ചു, നീ എന്താ പാപം ചെയ്യുന്നത്? പറഞ്ഞു, പാമ്പ് എനിക്ക് തന്നു, ഞാൻ തിന്നു. ആദാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ചെയ്ത്? അത് സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. മോശ വിളിച്ചു, നീ എന്താ എറിഞ്ഞു പൊട്ടിച്ചേ? അത് ഇവർ നിമിത്തമാണ് ഞാൻ എന്ത് ചെയ്ത്. ഇവരെല്ലാം കൂടെ പ്രമാണം നഷ്ടപ്പെട്ടെല്ലാം കണ്ടപ്പോൾ അവരുടെ ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ കോപം എന്ത് ചെയ്തു, പൊങ്ങി. ഞാൻ ഇതെല്ലാം കൂടെ എന്ത് ചെയ്തു, എറിഞ്ഞ്. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ശുശ്രൂഷിക്കുന്ന മോശക്കടപ്പം, ശുശ്രൂഷ അനുഭവിക്കുന്ന ജനത്തിനടക്കം, ആത്മീയ ലോകത്തിലെ സകല ഇടയന്മാരും പ്രവാചകന്മാരും സകല 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 മൂപ്പന്മാരും സകലരും ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? അവരൊത്തിരി അത്ഭുതം ചെയ്യണം, അടയാളം ചെയ്യണം, ഒത്തിരി പ്രസംഗിക്കണം, ഒത്തിരി പ്രവചിക്കണം, ഒത്തിരി ഒത്തിരി കാര്യം ചെയ്യണമെന്നല്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? അവരെന്റെ പ്രമാണത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, കാത്തുകൊള്ളണം. എന്റെ പ്രമാണത്തിൽ അവർ നടക്കണം. എന്റെ വായിലെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ആ വഴികളിൽ നീ നടന്നാൽ നിനക്ക് തിന്മയല്ല, നിനക്ക് നന്മ തന്നെ വരുമെന്ന ദൈവവചനം പറയുന്നത്. നിങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഏറ്റവും മുൻഗണന നീ ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും പ്രഥമ സ്ഥാനം നീ ദൈവത്തിന് കൊടുക്കണം. ഇനി എപ്പോഴാ നീ കൊടുക്കുന്നേ? അതിനുള്ള സമയങ്ങളെ കഴിഞ്ഞു പോയില്ലേ? ഇനിയും ദൈവം പറയുകയാണ്, നീ അവനെ മുൻപിൽ വെച്ചുകൊള്ളുക, നീ അവനെ നോക്കിക്കൊള്ളുക. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ യേശുവിനെ നിന്റെ മുമ്പിൽ വെച്ചോണം. അവന്റെ പ്രമാണങ്ങളെ, അവന്റെ വചനങ്ങളെ, അവനെ കാക്കുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. കരങ്ങൾ ഉയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്താൽ, ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമേ സ്തോത്രം. ഇവിടെ ഒരു ചെറിയൊരു അംശമായല്ലോ കേട്ടോ, നമുക്ക് കേൾക്കാം. അങ്ങോട്ട് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം കേൾക്കാം. സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മോട് ഇടപെടും. കർത്താവേ, ഇത്രയും കേട്ടതിൽ നിന്ന് ഒന്ന് നീ അറിയുക. കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ നിന്റെ വചനത്തെ കാത്തുകൊള്ളുവാൻ, ഒന്നുകൂടി പറഞ്ഞാൽ നിന്റെ വചനം മുഴുവൻ തന്നത് എന്തിനെന്നറിയോ? നിന്റെ സ്വഭാവം പോലെ എൻ്റെ സ്വഭാവവും ആകാനാ. ഒന്നുകൂടി പറഞ്ഞാൽ പുത്രനാം ദൈവം പിതാവിൻ്റെ മുമ്പിൽ എത്രത്തോളം അഡ്മിറ്റായിരുന്നോ, എത്രത്തോളം സമർപ്പണമുള്ളവനായിരുന്നു. പറയാണ്, എൻ്റെ ഇഷ്ടമല്ല, നിന്റേത് മാത്രം നടക്കണേ. നിന്റേത് നിങ്ങൾ പൊളിച്ചോ ഈ മന്ദിരം, നോ പ്രോബ്ലം. അങ്ങനെ യേശു പറഞ്ഞത്. ഈ മന്ദിരം നിങ്ങൾ എന്ത് ചെയ്തോ? പൊളിച്ചോ. എൻ്റെ പിതാവിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യട്ടെ? നടക്കട്ടെ. അതാ പ്രമാണം. സ്തോത്രം. അതാ യോഹന്നാൻ പറഞ്ഞത്,
ഞാനോ കുറയണം, അവനോ വളരണം. അതാ പ്രമാണം. പിതാവേ, നിന്റേത് നടക്കട്ടെ, നിന്റേത് നടക്കട്ടെ. നിന്റെ രാജ്യം എന്നിലൂടെ വെളിപ്പെടട്ടെ. നിന്റെ പ്രമാണങ്ങളെ ചെറുതും വലുതും കാക്കുവാൻ അതിലൊന്നുപോലും ഒരു വള്ളി പോലും മാറ്റമില്ലാതെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ നീ എന്റെ വചനം കാത്തു, നീ എന്റെ വചനം കാത്തു. കർത്താവേ, നിന്റെ വചനത്തെ കാക്കുവാൻ, ഹല്ലേലൂയ, എനിക്കിനി ഉള്ള ആയുസ് നിന്റെ വചനത്തെ കാക്കുവാൻ നീ എനിക്ക് കൃപ നൽകണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവം മുമ്പിൽ പറയാം. ഞാൻ എവിടെയായിരുന്നാലും, ഏത് വീട്ടിൽ, ഏത് നാട്ടിൽ, ഏത് രാജ്യത്ത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ പാർത്താലും കർത്താവേ, ഹല്ലേലൂയ, നിന്റെ വചനമാണ് എന്നിൽ ജീവൻ പിടിക്കേണ്ടത്. എന്റെ ബുദ്ധിയല്ല, എന്റെ മനസ്സല്ല, ഈ ലോകമല്ല. നിന്റെ വചനം എന്നിൽ ജീവൻ പിടിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവസഭയിൽ എന്നെ ഏൽപ്പിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാം. ലോകം നിന്നെ വഞ്ചിക്കരുത്, പണം നിന്നെ വഞ്ചിക്കരുത്, ജീവിത സാഹചര്യങ്ങൾ നിന്നെ വഞ്ചിക്കരുത്. നീ ഈ ലോകത്ത് കാണുന്നതൊന്നും നിന്നെ വഞ്ചിക്കരുത്. നിന്റെ കോപം, നിന്റെ മത്സരം, നീ കണ്ട ഫലങ്ങൾ, നീ കണ്ട തോട്ടത്തിലെ സൗന്ദര്യം, ഇതൊന്നും നിന്നെ വഞ്ചിക്കരുത്. അകത്തെല്ലാം ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമായി യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ. ആമേൻ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. സജീവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു യേശുവേ. ഇവരോരോ കാലത്തിനായി സ്തോത്രം കർത്താവേ. രാത്രി പകൽ മുതൽ